വിശദാംശങ്ങളിലേക്ക് പോകാം. പണിമുടക്കി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മെറ്റ പ്ലാറ്റ്ഫോമുകൾ ലോഗൌട്ടായി. രാത്രി 8:45 ശേഷമാണ് ഇൻസ്റ്റയും ഫേസ്ബുക്കും പ്രവർത്തനരഹിതമായത്. ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിൽ സേവനം തടസ്സപ്പെട്ടു. വിശദാംശങ്ങളുമായി ഹരിത കരുണാകരൻ ചേരുന്നു. ഹരിത, ഫേസ്ബുക്കും ഇൻസ്റ്റയും തടസ്സപ്പെട്ടു. എന്താണ് സാങ്കേതിക കാരണമാണോ? വിശദീകരിക്കൂ. ഫിജി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ നീണ്ട 1 മണിക്കൂറിന് ശേഷം പ്രവർത്തനരഹിതമായിരുന്ന ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മെറ്റയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. തടസ്സം പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ നൽകിയിരിക്കുന്ന വിശദീകരണം. അതേസമയം 8:45 കൂടിയായിരുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമാണ് പ്രധാനമായും ഈ ഒരു തടസ്സം ഉണ്ടായത്. ലോകം മുഴുവനായിട്ടുള്ള ഉപഭോക്താക്കളുടെ പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറ്റാതിരിക്കുകയും എന്നാൽ ഓൾറെഡി തുറന്നു വെച്ചിരുന്ന അക്കൗണ്ടുകൾ ഓട്ടോമാറ്റിക്കായി ലോഗൌട്ടായി പോവുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇതിന്റെ പ്രവർത്തനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നിരവധി ഉപഭോക്താക്കളാണ് പ്രവർത്തനം നിലച്ച സമയത്ത് പ്രതികരണവുമായി വന്നത്. സെർവർ തകരാറായിരിക്കാം ഇതിന്റെ പിന്നിൽ എന്നാണ് ഒരു നിഗമനം ഉണ്ടായിരുന്നത്. എങ്കിലും ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന വിശദീകരണമാണ് മെറ്റ നൽകിയിരിക്കുന്നത്. ഫിജി, ഹരിതയുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തിരിച്ചെത്തിയോ? തീർച്ചയായും ഫിജി, ഒരു സോഷ്യൽ മീഡിയ ഉപഭോക്താവ് എന്ന നിലയിൽ ഞാനും ആദ്യം ഒന്ന് പരിഭ്രമിച്ചായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് എൻ്റെ ഫേസ്ബുക്കും എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടക്കം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് അല്പസമയത്തിനകം മറ്റുള്ളവരുടെ എല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഹരിത ഭയങ്കര വലിയ ആശങ്കയിലായിരുന്നോ? ആശങ്ക അത്രത്തോളം ഇല്ലെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ചോദിച്ചാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് ഫിജി. എങ്കിലും വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ പെട്ടെന്ന് നിലച്ചാലുള്ള ഒരു ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതും എല്ലാം ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടതും നമ്മളാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാനും ഒന്ന് ആശങ്കപ്പെട്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ തിരിച്ചു വന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഫിജി. അതിയായ സന്തോഷമുണ്ട്. എന്തായാലും ഹരിത, ഞാനൊന്ന് ലോഗിൻ ചെയ്ത് നോക്കട്ടെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയും തിരിച്ചു വന്നോ എന്ന്. ഹരിത, എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കും വന്നിട്ടില്ല. ഇതിൽ ഫിജി തോമസ് ലോഗിൻ ടു അനദർ അക്കൗണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും എന്താ പ്രതീക്ഷിച്ചിരിക്കണോ? ഇത് തനിയെ തിരിച്ചു വന്നോളൂ? തനിയെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം ഫിജി. ഇനി അഥവാ തിരിച്ചു വന്നില്ലെങ്കിൽ നമുക്കും ഒരു കമന്റ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി എൻ്റെ അക്കൗണ്ട് വഴിയെങ്കിലും ഫിജിയുടെ അക്കൗണ്ട് തിരിച്ചു വരണമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഇടാവുന്നതാണ് ഫിജി. ശരി, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും യുവാക്കളൊക്കെ വളരെ ആശങ്കയിലായിരുന്നു കുറച്ചു നേരത്തേക്കിന്. എല്ലാവരും പ്രായഭേദമന്യേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോഗൌട്ടായി എന്ന് കേട്ടപ്പോൾ, ഇത് സെർവർ നിലച്ചു എന്ന് കേട്ടപ്പോൾ വലിയ ആശങ്കയിലായിരുന്നു ലോകത്തെ പല ഭാഗങ്ങളിലും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ പതുക്കെ ഈ പ്ലാറ്റ്ഫോമൊക്കെ തിരിച്ചു വരുന്നു എന്നുള്ളൊരു വിവരമാണ് ഹരിത പങ്കുവെക്കുന്നത്. താമസിയാതെ എല്ലാവരുടെ അക്കൗണ്ടും ക്ലിയർ ആകും, സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെ വിചാരിക്കാം.